തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പോലീസുകാർ BJP പ്രവർത്തകർക്കെതിരെ നടത്തിയിട്ടുള്ള ക്രൂരമായ നരനായിട്ട് കേരളം കണ്ടതാണ്. എന്തായാലും ആ കേസിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കവുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. ആരോപണ വിധേയനായ വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടർക്ക് തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ ദുരൂഹത സംശയിക്കുകയാണ് BJP. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി കൊടുക്കാൻ സാധിക്കില്ലെന്നും BJP പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റും വഴയില മണികണ്ഠൻ അടക്കമുള്ളവർ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യം കാണാം ആ പ്രതികരണം. അതിൽ അണ്ടർസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കുവാനായിട്ട് നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള വട്ടിയൂർക്കാവ് SI അഭിജിത്ത് ആണ് ആ നോട്ടീസിൽ അണ്ടർസൈൻ ചെയ്തിട്ടുള്ളത്. ഈ അഭിജിത്തിനെതിരെ കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും അടക്കം നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതി കൊടുത്തിട്ടുള്ള അയാളുടെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ വനിതകളെ, ഈ കൗൺസിലർമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി തെളിവെടുത്താൽ ആ തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ നേരിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ദിവസം ഹാജരാകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹാജരായി മൊഴി തരുന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തെത്തി നമുക്ക് മൊഴി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ രേഖാമൂലം ഈ കമ്മീഷണർ ഉൾപ്പെടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെയും, ഒരു വനിതാ പ്രവർത്തകയെയും ആ സ്റ്റേഷനിലായി ബന്ധപ്പെട്ട് പോകണ്ട എന്നുള്ള തീരുമാനമാണ് സംഘടനാ സംവിധാനത്തിൽ എടുത്തിട്ടുള്ളത്. മറ്റേത് ഉദ്യോഗസ്ഥൻ ഇത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിൽ ഏകപക്ഷീയമായ നിലപാടെടുക്കാത്ത മറ്റേത് ഉദ്യോഗസ്ഥൻ വിളിച്ചാലും ഒരു ഫോൺ കോളിൽ എത്തുന്ന കൗൺസിലർമാരാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണോ ഗുണ്ടകളെ പോലെ വേട്ടയാടിയ അതേ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്നെ ഇതിൽ പരാതിക്കാരായിട്ടുള്ള ആളുകൾ മൊഴി നൽകണമെന്നുള്ള അവസ്ഥ, അതായത് വനിതാ കൗൺസിലർമാരടക്കം മൊഴി നൽകണമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പ്രശാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ് എങ്ങനെയാണ് ഒരു BJP പ്രവർത്തകന്റെ കണ്ണടിച്ച് പോലീസുകാർ തകർത്തതെന്നുള്ളത്. വനിതകളുടെ പ്രതിഷേധത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അപ്പോൾ അതേ ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ, അല്ലെങ്കിൽ അതേ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്നെ ഈ വനിതാ പ്രവർത്തകരടക്കം പോയി മൊഴി നൽകണമെന്നാണോ കേരള പോലീസ് പറയുന്നത്? പ്രജിത്ത്, ഈ കേസ് ആരംഭിക്കുന്നത് മലമുകളിലെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മലമുകളിലെ ഒരു BJP പ്രവർത്തകന്റെ ഭാര്യയ്ക്ക് നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ അത് പരാതി നൽകിയതിലൂടെയാണ് ഈ കേസ് ആരംഭിക്കുന്നത്. തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും, ഈ അനുകൂല നടപടികളും ഈ പരാതിക്കാരന് ഉണ്ടാകുന്നില്ല, പരാതി നൽകിയ BJP പ്രവർത്തകൻ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, തുടർന്ന് വട്ടിയൂർക്കാവ് SHOയുടെ നേതൃത്വത്തിൽ ഈ പരാതിക്കാരനെ തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത്തരത്തിൽ നിരന്തരം വേട്ടയാടലുകൾ വന്നതോടുകൂടി തന്നെയാണ് ഇതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഇടപ്പഴിഞ്ഞിയിലെ ക്ഷേത്രത്തിലടക്കം കയറി പോലീസ് അതിക്രമം കാണിക്കുകയും അവിടെ സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം അടിച്ചു തകർക്കുകയും മതപാഠശാലയ്ക്കുള്ളിൽ കയറി ആക്രമണം കാണിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെതിരെ ഒരു പ്രതിഷേധവുമായിട്ടാണ് അമ്മമാരുടെ നേതൃത്വത്തിൽ, BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം BJP മഹിളാ മോർച്ച പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചിൽ പ്രജിത്ത്, നമ്മൾ പറഞ്ഞത് ഇത്തരത്തിൽ വട്ടിയൂർക്കാവിലെ ഒരു മലമുകളിലെ ഒരു BJP പ്രവർത്തകന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. ഭാര്യയ്ക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത്തരത്തിൽ പരാതിക്കാരനെതിരെ വീണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇടപ്പഴിഞ്ഞിയിലെ ക്ഷേത്രത്തിലടക്കം കയറി പോലീസ് അതിക്രമം കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, കൗൺസിലർമാരുടെ നേതൃത്വത്തിലെല്ലാം ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ മൊഴി അടക്കം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ BJPയുടെ തന്നെ 3 കൗൺസിലർമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിലാണ് BJPയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJP കൗൺസിലർമാരെ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആരോപണ വിധേയ സ്ഥാനത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതായത് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SHOയും SIയും ചേർന്നായിരുന്നു ഇത്തരത്തിൽ ക്രിമിനൽ നടപടികൾ നടത്തിയതെന്നാണ് BJP പറയുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടെല്ലാം, അതായത് ഇത്തരത്തിൽ BJP പ്രവർത്തകന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടും തുടർന്നുണ്ടായ അക്രമങ്ങളെല്ലാം ഉണ്ടാകുകയും ക്രമസമാധാന ചുമതല പാലിക്കേണ്ട, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയ്ക്ക് ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതെല്ലാം ഈ
കേസുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ്, അതായത് SHOയും SIയുമാണ്. ആ SIക്കാണ്, വട്ടിയൂർക്കാവിലെ SIക്കാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ പ്രതിഷേധത്തിന് ഇടയാക്കുകയും BJP തന്നെ മൊഴി രേഖപ്പെടുത്താൻ എത്തില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, ആരോപണ വിധേയനായ സ്ഥാനത്ത് നിൽക്കുന്ന BJP തന്നെ നേരത്തെ ഈ ഉദ്യോഗസ്ഥനെതിരെ, SHOയ്ക്കും SIക്കുമെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നു. അത് സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ പരാതി നൽകിയ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തന്നെ തുടർന്നും കേസിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിക്കഴിഞ്ഞാൽ ആ മൊഴി വരെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, തങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ സാധിക്കില്ല, കൗൺസിലർമാർക്ക് നീതി ഉറപ്പാക്കാൻ സാധിക്കില്ല, കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും, പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ആർക്കും നീതി ലഭിക്കില്ല എന്ന കാര്യമാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പുവരുത്തുന്ന തരത്തിൽ മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, അതായത് ഇത്തരത്തിൽ കറപ്ഷൻസ് ഇല്ലാത്ത തരത്തിലുള്ള മറ്റ് ഏത് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും കേസുമായി സഹകരിക്കുമെന്നും BJP പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് SI അഭിജിത്ത് വിളിക്കുന്നിടത്ത് അല്ലെങ്കിൽ അഭിജിത്തിനോട് ഒപ്പം മൊഴി രേഖപ്പെടുത്തുവാനെത്തില്ല എന്നാണ് BJP പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും അഭിജിത്തിനെ മാറ്റി നിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം BJP ഇപ്പോൾ ഒരു പരാതിയും നൽകിയിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതിയും BJP നൽകിയിരിക്കുകയാണ്. കാരണം നീതി ഉറപ്പാക്കാൻ യാതൊരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതിയിൽ കേസിൽ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് അവർ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയമാണ്. ഒന്ന്, ഒരു ക്ഷേത്രത്തിൽ കയറി അതിക്രമം കാണിക്കുന്നു. രണ്ട്, ഈ പറയുന്ന രീതിയിൽ BJP പ്രവർത്തകന്റെ കണ്ണടിച്ചു പൊട്ടിക്കുന്നു. സമരം ചെയ്യുന്ന വനിതകൾക്കെതിരെ അടക്കമുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഇതിലൊക്കെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടന്നിട്ട് തന്നെ അതിൽ ഏതെങ്കിലും രീതിയിലൊരു ഇടപെടലിന് സംസ്ഥാനത്തെ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദമോ തയ്യാറായിട്ടില്ല. അവരിൽ നിന്ന് എങ്ങനെ നീതി ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ പരാതികൾ നൽകുന്നതിനപ്പുറത്തേക്ക് ഇതിലുള്ള ഇടപെടലുകളുടെ സാധ്യത എത്രത്തോളം കാണുന്നുണ്ട് പ്രശാന്ത്? പ്രശാന്തിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രേക്ഷകർ പ്രശാന്ത് തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രശാന്ത് തുടരാം പ്രശാന്ത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ പ്രതിഷേധത്തിലേക്ക് വരികയാണെങ്കിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് പോലീസ് സ്വീകരിച്ചത്, സമരക്കാരോട് സ്വീകരിച്ചത്. നമുക്കറിയാം, വനിതാ പ്രവർത്തകരുടെ അടക്കം ശരീരത്ത് നുള്ളിയും കടിച്ചും മുറിവേൽപ്പിക്കുന്ന ഒരു പോലീസിനെയാണ് നമ്മൾ കണ്ടത്. വളരെ വിരോധാഭാസം. കാരണം എത്രത്തിലാണോ ഒരു വനിതകൾ നടത്തുന്ന പ്രതിഷേധ മാർച്ചിനോട് പോലീസിന്റെ സമീപനം, അത് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്തയാക്കുകയും ചെയ്തതാണ്. ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് പോലീസ് സ്വീകരിച്ചത്. നമുക്കറിയാം, ലാത്തി പോലും ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലാത്തി ഉപയോഗിച്ചാൽ തന്നെ അതിന് മുന്നോടിയായി ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ചില ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകരുടെ, വനിതാ പ്രവർത്തകരെ കടിച്ചുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നതുമാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ട് പോലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരു ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറുന്നു. അവിടെ യാതൊരുവിധ നോട്ടീസ് നൽകാതെ, മുന്നറിയിപ്പുകൾ നൽകാതെ, മുൻവിവരങ്ങൾ നൽകാതെ ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അതും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മതിൽ ചാടിച്ച് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെ മതപാഠശാലയ്ക്കുള്ളിലേക്ക് കയറുകയും ആ മതപാഠശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം അടക്കം അടിച്ച് നിലത്തിടുകയും അവിടെ അക്രമങ്ങൾ കാണിക്കുകയും കസാരയും മറ്റ് ഉപകരണങ്ങളെല്ലാം അവിടെ സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം നശിപ്പിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ച മനുഷ്യത്വ വിരുദ്ധ പ്രശാന്ത്, അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. പോലീസുകാർ ക്ഷേത്രങ്ങൾക്കുള്ളിൽ കടന്നു കയറുന്നു, കൃഷ്ണവിഗ്രഹം പോലും നിലത്തിട്ടുടയ്ക്കുന്നു, അവിടെ പ്രവർത്തകരുടെ കണ്ണടിച്ച് പൊട്ടിക്കുന്നു. വനിതാ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമ്പോൾ അവരെ കടിച്ചും നുള്ളിയുമൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു പോലീസാണ് ഈ പിണറായി ഭരണകാലത്തെന്ന് ആലോചിക്കണം.